പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. താമസ സ്ഥലത്തുണ്ടായ തീപിടുത്തത്തിൽ നിന്ന് ഭാര്യയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ പൊള്ളലേറ്റ മലയാളി ഗുരുതരാവസ്ഥയിലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. യുഎയിലെ ഉമ്മുൽ ഖുവൈനിൽ തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം നടന്നിരുന്നത്. ചെങ്ങന്നൂർ സ്വദേശി അനിൽ നൈനാൻ, ഭാര്യ നീനു എന്നിവരാണ് അബുദാബി മഫ്രഖ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളതെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അനിൽ നൈനാന് 90% പൊള്ളലേറ്റതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ഭാര്യ നീനുവും ഇതേ ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ കഴിയുകയാണ്. എന്നാൽ ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഡോക്ടർ പറയുന്നത്. നീനുവിന് 10% പൊള്ളലേറ്റിട്ടുണ്ടെന്ന് ബന്ധുക്കളെ ഉദ്ധരിച്ച് ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ നില വളരെ ഗുരുതരമാണെന്ന് ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിനായി പ്രാർത്ഥിക്കുന്നു എന്നും ആശുപത്രിയിൽ കഴിയുന്ന അനിലിന്റെ ബന്ധു ജൂലൈ പറയുകയുണ്ടായി. ഭാര്യ നീനുവിനെയും ഇതേ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ആരോഗ്യനില തൃപ്തികരമാണ്. അവൾ കുഴപ്പമില്ല, അവൾക്ക് 10% പൊള്ളലേ ഉള്ളൂവെന്നും സുഖം പ്രാപിച്ചു വരികയാണെന്നും ബന്ധു പറയുന്നു. കേരളീയ ദമ്പതികൾക്ക് 14 വയസ്സുള്ള ഒരു മകനുമുണ്ട്. ഞങ്ങൾക്ക് കൃത്യമായ വിശദാംശങ്ങൾ അറിയില്ല, പക്ഷേ ഇടനാഴിയിലിരിക്കുമ്പോഴാണ് നീനുവിന് ആദ്യം തീപിടിച്ചത്. കിടപ്പുമുറിയിലുണ്ടായിരുന്ന അനിൽ ഭാര്യയുടെ അടുത്തേക്ക് ഓടിയെത്തുകയായിരുന്നു. തീ പടർന്നപ്പോൾ അവളെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു അനിൽ എന്നും അവിടുത്തെ വികാരി പറയുകയുണ്ടായി. 1 വർഷത്തിലേറെയായി ഈ ദമ്പതികളെ അറിയാമെന്നായിരുന്നു വികാരി പറഞ്ഞത്. കുടുംബം താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിൽ തിങ്കളാഴ്ച രാത്രിയാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമായതെന്നാണ് സൂചന. ഇരുവരെയും ഉമ്മുൽ ഖുവൈൻ ഷൈഖ് ഖലീഫ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് ചൊവ്വാഴ്ച അബുദാബി മഫ്രഖ് ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. സംഭവത്തെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല. നീനുവിന്റെ ശരീരത്തിൽ ആദ്യം തീ പടരുകയും ഈ സമയം മുറിയിലായിരുന്ന അനിൽ ഓടിയെത്തി രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്കും തീ പടർന്നു പിടിക്കുകയുമായിരുന്നെന്നാണ് കുടുംബവുമായി അടുത്ത വൃത്തങ്ങൾ പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.